നിങ്ങളെ ലൈഫിൽ തകർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടം ഉണ്ടായത്, നിങ്ങളുടെ നഷ്ടങ്ങൾ, ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ ആരെടുത്തും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഭാഗത്തു നിന്ന് പരിഹാസം, അല്ലെങ്കിൽ അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞ് പോവും. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ മോട്ടിവേഷനിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റി, നിങ്ങൾ എന്തെങ്കിലും സക്സസ് ആയി, നിങ്ങൾ എന്തെങ്കിലും നേടാൻ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ കാറ് വാങ്ങാൻ പോവാണ്, വീട് വാങ്ങാൻ, ഇങ്ങനെ നിങ്ങളുടെ നേട്ടങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയരുത്. ആ സമയത്ത് നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് കഷ്ടമാണ്, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ നല്ല പ്രയാസത്തിലാണ്. ഈ വക കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും എല്ലാവരോടും പറയേണ്ടത്. കാരണം ലൈഫിൽ നമ്മൾ എന്ത് നേടി എന്ന് പറയുമ്പോഴാണ് കേൾക്കുന്ന ആൾക്ക് നമ്മളൊന്നുമില്ല, നമുക്കൊന്നും നേടിയില്ല, നമുക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പുച്ഛിക്കായിരിക്കാം, അത് നമുക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്യായിരിക്കും. പക്ഷെ അത് ആ പുച്ഛിക്കലും ഹേർട്ടിലും തീരും കേട്ടോ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് അവരോട് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയോ? അയ്യോ, ഓനത് നേടിയല്ലോ, ഓനോ എന്നെക്കാളും അപ്പുറത്തിയല്ലോ, ഓൻ ഭയങ്കര സൂപ്പർ ആയല്ലോ എന്ന് ആലോചിച്ച് അവർ കിടന്ന് ഇങ്ങനെ ഉരുകും. ആ ഉരുകുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്കിലും നിങ്ങളുടെ ലൈഫിൽ തട്ടാതിരിക്കില്ല കേട്ടോ. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ കഷ്ടപ്പാടുണ്ടെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു, കഷ്ടപ്പാടാണെങ്കിൽ കഷ്ടപ്പാട് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ നല്ല കാലങ്ങൾ ഒരിക്കലും ആരോടും പറയരുത്. ഇനി നല്ല കാലം ഉണ്ടാണെങ്കിലും കുറച്ച് കഷ്ടപ്പാടായിട്ട് തന്നെ സംസാരിച്ചാൽ മതി. എനിക്കതില്ല, അയ്യോ എനിക്കിത് നേടാൻ പറ്റില്ല, ഇന്ന് കുറച്ച് ഈ മാസം കുറച്ച് ടൈറ്റ് ആയിരുന്നു, മാസം കുറച്ച് കഷ്ടമാണ്, ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഈ ലോകത്ത് സംസാരിക്കുന്നതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു. കാരണം നമ്മുടെ കഷ്ടങ്ങളൊന്നും ആരോടും പറയരുത്. ആ സമയത്ത് അവർ നമ്മളെ ഹേർട്ട് ചെയ്യും, നമ്മളത് തള്ളിക്കളഞ്ഞിട്ട് പോകും എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കഷ്ടമുള്ള സമയത്ത് നമ്മൾ കഷ്ടപ്പാട് ആൾക്കാരോട് പറയുമ്പോൾ അവർ നമ്മൾ ഇഗ്നോർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുമോ, ഓക്കെ ആ വ്യക്തി നമ്മൾ ഇട്ടിട്ട് പോയി നമ്മളെ നല്ല കാലത്തെ ഉണ്ടാവുള്ളൂ എന്ന്. അത് കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും എപ്പോഴും എത്ര നല്ലതുണ്ടെങ്കിൽ പോലും കഷ്ടം മാത്രമേ എല്ലാവരോടും പറയാൻ പാടുള്ളൂ.